ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞാൻ അഷ്കർ മൽബാർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വീഡിയോസിന്റെ കണ്ടന്റ് ആലോചിക്കുമ്പോൾ തന്നെ അത് ചെറിയ വരുന്നുണ്ട്. നമ്മളെ അൻസാരി സുഹാരി ഉസ്താദ് ഇന്ന് ഒരാളെ തേച്ചൊട്ടിക്കുന്ന ഒരു വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഒരു മനുഷ്യനെ എങ്ങനെ പഞ്ഞിക്കിടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇടിച്ച് പഞ്ഞിക്കിടുന്ന രീതിയല്ല, സംസാരത്തിലൂടെ തോൽപ്പിക്കുക എന്ന് പറയില്ലേ, നല്ല കറക്റ്റായിട്ട് വെടിപ്പായിട്ട് വ്യക്തമായിട്ട് അൻസാരി ഉസ്താദ് പഴക്കമുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ ഞെട്ടും ഈ മറുപടി കണ്ടാൽ. എങ്ങനെ ഉണ്ടായി? മനുഷ്യനുണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു എന്നതാണ്. ഉത്തരം കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി വല്ല ചോദിക്കാനുണ്ടോ? ചോദിക്കണം, ചോദിച്ചു. പലതരത്തിലുള്ള ജീവികൾ. ആ ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു? ജീവികൾ ഉണ്ടായത് ഇതിങ്ങനെയാണ്. ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത്. അതന്നെ ജീവൻ ഉണ്ടാകുന്നത് വഴി. അങ്ങനെ അതെ, അതന്നെ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എങ്ങനെ ആ ജീവൻ ഉണ്ടായി എന്ന് വെച്ചാൽ ജീവൻ ഉണ്ടാകുന്ന വഴി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാകുക. നമ്മളെന്ന് പറയുന്ന ആരാണ് സാർ? നമ്മളെന്ന് പറയുന്നത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പേരെന്താ? നമ്മളാരാന്ന് അറിയത്തില്ലേ? നമ്മളാരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും നമ്മളാരാണ്, നിങ്ങളാരാണെന്ന്. നിങ്ങൾ എന്നോട് ചോദിക്കുക നമ്മളാരാണെന്ന്. അപ്പൊ നമ്മൾ പറയും നിങ്ങളാരാണ്, നമ്മളാരാണ്. വിഷയം പിടിയിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആ വെറുപ്പത്തിന്. ഇത്രയേ നിങ്ങളുടെ പേരെന്താ? അൻസാരി സുഹരി, ആലപ്പുഴ. ഉണ്ടെന്നറിയാവോ? ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചക്കക്കുരു പോലെ വടി വിഴിഞ്ഞവരിപ്പുണ്ട്. താങ്കൾ പറയുന്നു ലോകം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ലോകം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തൊലക്ക്, കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ലോകം ഉള്ളതാണ്, ഓക്കെ. ലോകം ഉണ്ടായതല്ല, ഉള്ളതാണ്. എന്നിട്ട് വേറെന്തൊക്കെയാണ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 4.6 ട്രില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലോകം ഉണ്ടായി എന്ന് ആണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ബിഗ് ബാൻ തിയറി പ്രകാരം. എന്താണ് പറഞ്ഞത്? 4.6 ട്രില്യൺ വർഷങ്ങൾക്ക്. കറക്റ്റ് ചെയ്യാം. നിങ്ങൾ അത് ഭൂമിയുടെ തുടക്കത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭൂമി പ്രപഞ്ചത്തിലല്ലേ? നമ്മൾ ഭൂമിയിലല്ലേ? അല്ല, ഭൂമിയുടെ തുടക്കത്തിനെ, പ്രപഞ്ചത്തിന്റെ ജീവജാലങ്ങളല്ലേ മനുഷ്യരെന്നാ പറയേണ്ടത്. നിങ്ങൾ ആ ചോദ്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 13.8 ആണ്. അങ്ങനല്ലേ പറഞ്ഞത്? പ്രപഞ്ചത്തിന്റെ തുടക്കമില്ല. അപ്പൊ പറഞ്ഞ് 30.8 ആണെന്ന് പ്രപഞ്ചത്തിന്റെ തുടക്കം. ഭൂമിയുടെ തുടക്കത്തിനെ പറ്റിയാണ് 4.6 എന്ന് പറയുന്നത്. സൂര്യന്റേതാണ്. ഭൂമിയുടെ പറഞ്ഞാൽ 4.5. ഇവർക്കൊക്കെ ഒരു തുടക്കം ഉണ്ടല്ലോ. മനുഷ്യർ അറിയാൻ ശ്രമിക്കുമ്പോൾ പറയുന്നതാണെന്നുള്ള ബിഗ് ബാൻ തിയറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞത്. അപ്പൊ ബിഗ് ബാൻ തിയറിക്ക് മുമ്പ് പ്രപഞ്ചം ഇല്ലാന്നല്ലേ? വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ്. മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായി അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത് ആ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇവിടെ നിന്ന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൂരം അളക്കുന്നു. പറക്കാട് എന്ന് പറയുന്ന ഈ സ്ഥാപനം അല്ലെങ്കിൽ അവന്യൂ, ദർബാർ ഹാളിന്റെ അവിടെ ഒരു ജംഗ്ഷനിൽ തൊടണ്ടേ? ഇപ്പൊ എന്ത് മനസ്സിലായി? പ്രപഞ്ചം ഉണ്ടായതല്ല, പ്രപഞ്ചം ഉണ്ടയായത് ഇങ്ങനെയാണ്. തമാശകൾക്കപ്പുറം ഒരു വേള നമ്മളും ചിന്തിച്ചു നോക്ക്. ഇത്തരം ചിന്താരാഹിത്യം പറയുന്ന മനുഷ്യരാണ് താത്വിക ആചാര്യനും റോൾ മോഡലും ഒക്കെ. എന്തെങ്കിലുമൊക്കെ പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ഇവിടെ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും അനന്തകോടി നക്ഷത്രങ്ങളും എല്ലാം യാദൃശികമായി സംഭവിച്ചാണ്. എന്തിനേറെ മനുഷ്യൻ പോലും പല പല ജീവികളിൽ നിന്ന് തരം മാറി യാദൃശികമായി ഭൂമിയിൽ വന്നതാണ്. നമുക്ക് അല്ലാഹു തന്ന ഈ ബുദ്ധി ഒന്ന് ഒരു നിമിഷം ഉപയോഗിച്ചാൽ സൃഷ്ടാവുണ്ടോ ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഈ ഭൂമിയിൽ യാദൃശികമായിട്ട് വന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നവർ പോലും ഈ പ്രപഞ്ചത്തിന്റെ മഹാവിസ്മയങ്ങൾ കാണുമ്പോൾ ഒരു വേള ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോകും. കാരണം എന്തേ? അത്തരമൊരു ചോദ്യം നമ്മുടെ മനോമുകുരങ്ങളിൽ ഉയർന്നു വരാനുള്ള കാരണം യാദൃശികമായി സംഭവിക്കുന്നതൊക്കെ ക്രമം തെറ്റി വരാനാണ് സാധ്യതയേറെ. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുപ്പി, പൂർണ്ണ രൂപത്തിൽ ഉടയാത്തൊരു കുപ്പി നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ അത് ക്രമം തെറ്റിയാണ് കാണാറുള്ളത്. ഒരിക്കലും അത് ക്രമത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കൂ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു, പ്രദോഷത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. പ്രഭാതത്തിൽ സൂര്യന്റെ വെളിച്ചം വരുമ്പോൾ ഭൂമികയിലുള്ള മനുഷ്യർ മുഴുവനും ഉപജീവന മാർഗം തേടി പോകുന്നു.
അസ്തമാന സമയത്ത് അവരുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങി വരികയും രാത്രി അവർ വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഈ സർക്കിൾ ഇങ്ങനെ പ്രപഞ്ചം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായാണ് ഈ പദ്ധതികൾ ഇവിടെ ക്രമം തെറ്റാതെ നടന്നു പോകുന്നത്. ഇനി മനുഷ്യരിലേക്ക് വന്നാൽ ക്രമം തെറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ അവിചാരിതമായും അപ്രതീക്ഷിതമായും ഭൂമിയിലേക്ക് വന്നതാണ് എങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നോക്കൂ. കൈ വരണ്ടെടുത്ത് കൈ വന്നു, കണ്ണ് വരണ്ടെടുത്ത് കണ്ണ് വന്നു, മൂക്ക് വരണ്ടെടുത്ത് മൂക്ക് വന്നു. ഇതേതെങ്കിലും രൂപത്തിൽ ക്രമം തെറ്റി വന്നു? ഒന്നും ക്രമം തെറ്റി വന്നില്ല. എന്തിനേറെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ആവാസ വ്യവസ്ഥയാണ് പടച്ചതമ്പുരാൻ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കായികനികളാണെങ്കിലും ഇവിടുത്തെ ഫലപുഷ്ടങ്ങളായ വൃക്ഷലതാദികളാണെങ്കിലും പ്രപഞ്ചത്തിൽ ചുറ്റുവട്ടമുള്ള ഈ ജലസംഭരണിയാണെങ്കിലും എല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ അനുഗുണമായ രൂപത്തിലാണ്. നോക്കൂ, ഈ ആവാസ വ്യവസ്ഥ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലുണ്ടോ? ഇത് തന്നെ ചിന്തിച്ചാൽ ഇതൊന്നും യാദൃശികമായി ഉണ്ടായതല്ല എന്ന് ചിന്തിക്കാൻ യഥാർത്ഥ ബുദ്ധി ലഭിച്ച മനുഷ്യർക്ക് കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ അൻസാരി സ്വാരി ആലപ്പുഴ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലോട്ട് വന്നത് എന്തിനാണ്, നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ളതൊക്കെ. അദ്ദേഹം സമകാലികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പഠിച്ച് വിശകലനം ചെയ്യുന്ന ഒരാളാണ്. വെറുതെ ഒരു പൊങ്ങച്ചത്തിന് വിമർശിക്കുകയല്ല. അദ്ദേഹത്തിന് അറിവുണ്ട്, പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അറിവുകൾ വെച്ചിട്ട്, അദ്ദേഹം പഠിച്ച കാര്യങ്ങളും വെച്ചിട്ട് അദ്ദേഹം ഇതുപോലെ തലമാലില്ലാതെ സംസാരിക്കുന്ന ആളുകൾക്കുള്ള മറുപടി വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അത് നല്ല രസകരമായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടിരിക്കുമ്പോൾ, ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല. അപ്പോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ കാര്യങ്ങൾ അറിയാതെ അതിനെക്കുറിച്ച് തർക്കിക്കുക, വെറുതെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുക ലോകത്തിലെ ആളുകളോട്, എന്താ സ്വയം അപഹാസ്യനാവുക, വിഡ്ഢിയാവുക, ഇതൊക്കെയാണ് ആള് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ അൻസാരി ഉസ്താദ് ഈ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു എന്താ പറയാ, അത്യാവശ്യം അറിവുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം വിനിയോഗിക്കുന്നില്ല. അൻസാരി ഉസ്താദ് പൊളിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ. അതിന്റെ ചെറിയൊരു കഷ്ണം ഞാൻ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടോക്കും. മനുഷ്യര് ചിന്തിക്കുന്നില്ല, വെറുതെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതൊന്നൊരു വരുമാനം ഉണ്ടാക്കുക, ഇൻകം ഉണ്ടാക്കുക, എന്നിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തി ചെയ്യുന്നത്. ആര്? ഈ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോക്കും. സാറല്ലേ? നമസ്കാരം. ഞാൻ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അങ്ങ് ജാമിദ ടീച്ചർ കൂടി ഒരു ചർച്ചയില് അബ്ദുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ട് 4 വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഗർഭിണിയായത് എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്താണ് അതിൽ ചരിത്ര പശ്ചാത്തലം, എന്താണ് അതിന്റെ പ്രൂഫ് എന്നൊന്ന് പറയാമോ? വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ പ്രൂഫിനെ കുറിച്ച്. അതിൽ പറയുന്ന അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബ്, ആ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെയാണ്. ഇമാം മാലിക് തങ്ങൾക്ക് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു കിതാബ് ഇല്ല. ഹലോ, ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞ അവർ തിരുത്തി കൊടുക്കുന്നുണ്ട് 4 മാസമല്ലേ, 4 വർഷമല്ലേ? 4 വർഷം, അതെ, തിരുത്തി കൊടുക്കുന്നുണ്ട്. ഏതാണ് പ്രൂഫ്? അതിന്റെ പ്രൂഫ് ഇതന്നെ. മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കില്ല. ഏത് ചരിത്രം എന്ന് പറയാമോ? ചരിത്രം എടുത്ത് വായിക്കണം. അലിഫ് ഹുസൈന് മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ പറഞ്ഞിട്ടുണ്ട്, സുകുമാരൻ പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ, അത് ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്ന ലിസ്റ്റല്ല പറഞ്ഞത്. ആരിഫ് നിനക്ക് ഒരു തെളിവ്, ഒരു വേണ്ടി അവിടെ ഉണ്ട്, ഇവിടെ ജോസഫ് പറഞ്ഞു. എടാ നീ നീ കോയാക്കോളാണ് നീ എഴുതി ഉണ്ടാക്കിയ നിന്റെ ചരിത്രങ്ങൾ പറഞ്ഞ് അവരെ ഇപ്രകാരം ജീവിക്കണം പൊന്നുവാനെ. എന്റെ ചോദ്യം നമ്മൾ പറയണത് എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞെന്താ? മാലിക് ഇമാമിന്റെ അല്ലുമ്മ എന്ന് പറയുന്ന കിതാബുണ്ട്. ഏത് അല്ലുമ്മേനാണെങ്കിൽ അതിനകത്തുള്ള സാധനങ്ങളല്ലേ നമ്മൾ പറയണത്. നിങ്ങൾ ഏതാ കിതാബ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന് അല്ലുമെന്ന് പറഞ്ഞ കിതാബില്ല. ഇമാം ബഹുമാനപ്പെട്ട നിങ്ങൾക്കല്ല ബഹുമാനം, നമുക്ക് ബഹുമാനം പറ്റില്ല. പേര് പറഞ്ഞിട്ട് ഇമാം ഷാഫി തങ്ങളുടെ ചരിത്ര ഗ്രന്ഥമല്ല, അത് ഫിഖിന്റെ ഗ്രന്ഥമല്ല. എന്താണ് നീ എത്ര കാലം തുറന്ന് തുറന്ന് തിന്നുവടാ പൊന്ന് മാണിക്കല്ലേ? എത്ര കാലം നീ ഇങ്ങനെ മത്സരത്തിൽ
നിങ്ങൾ ഓർത്തോളം കോയമാർ ഇതേപോലെ കുരുപൊട്ടാൻ ബാക്കിയുള്ളിടത്തോളം കാലം നമുക്ക് കിട്ടിയില്ലേ? നിനക്ക് നല്ലൊരു പണി കിട്ടിയില്ലേ? മറുപടി കിതാബ് അറിയാൻ വയ്യാത്ത നീ എന്ത് മറുപടി സംഖ്യകളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ നീ എഴുതിയ സ്ക്രിപ്റ്റിൽ ചോദ്യം പറ്റിയ പണി തുറക്കാൻ പോകും. ഇതിനെക്കാട്ടി അന്തസ്സുണ്ട്. ഭിന്നിപ്പിച്ച് ചോര കുടി ആണും പെണ്ണും കെട്ടവനായിട്ട് എത്ര ഹൈറുണ്ടടാ, എത്ര ഹൈറുണ്ട് കോയ അയ്യട കോയ. ഒരു കാര്യം പറയാൻ പറ്റുമോ? എടാ നിന്റെ മറ്റേ തുണി ചേർക്കുന്നുണ്ടാ? പെണ്ണുങ്ങൾക്ക് ലൈംഗിക പൂർത്തീകരണം കിട്ടുന്നില്ല. അതുകൊണ്ട് നിന്റെ മോന്തക്കോട്ട് പേപ്പർ നിന്റെ കോടതി ഈ ആരിഫ് എന്ന് പറഞ്ഞ ആൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് അറിയാനില്ല. വെറുതെ വിഡിത്തരങ്ങൾ ഇടപാടുകൾ വിളിച്ചു പറയാനേ ഉള്ളൂ. ഉസ്താദിനോട് ശരിക്കും ഏറ്റുമുട്ടി നോക്കുമ്പോ ഉസ്താദ് തേച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കും. അതാണ് അതിന്റെ സത്യം. 10 പൈസന്റെ വിവരം ഈ ചങ്ങായിക്കില്ല. വെറുതെ വരുമാനമാർഗം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിനെ തരം താഴ്ത്തി കാണിക്കുക, ഇസ്ലാമിന്റെ പേര് വെക്കുന്ന അദ്ദേഹത്തിന്റെ പേര് മാറ്റിട്ട് അദ്ദേഹത്തിന് പൊക്കൂടെ? അത് അദ്ദേഹം ചെയ്യില്ല. അത് അദ്ദേഹത്തിന് വരുമാനം കിട്ടും. അപ്പൊ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ജനങ്ങളെ ബുദ്ധികളാക്കുക. അതാണ് ഈ ആരിഫ് ഹുസൈൻ ചെയ്യുന്നത്. അങ്ങനെ തർക്കിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശരിക്കും പുസ്തകം തേച്ചൊട്ടിച്ച് കൊടുത്തു. അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഇതാണ്. ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാനുള്ള ഉദ്ദേശത്തിൽ മാത്രം ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്താണ്. ഇതിൽ കോപ്പറേറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോക്ക് അടിയിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺലൈനിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയൊരു വീഡിയോസും പുതിയൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക്